മുഖ്യമന്ത്രി KSU തർക്കത്തിൽ പ്രതികരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KSUവിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പരിഹരിക്കുമെന്നാണ് വിശ്വാസമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. KSUവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ എല്ലാവർക്കും കാണാം, KSUക്കാർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പറയാം, അതിൽ തെറ്റില്ല, മുൻപും പറഞ്ഞിട്ടുണ്ട്. അതിന് ചില രീതികളുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞാൽ അദ്ദേഹം ഉൾക്കൊള്ളും. CPIM CPI തർക്കം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൽ എന്ത് തർക്കമാണുള്ളത്? ഇടത് മുന്നണിയിലാണ് പ്രശ്നങ്ങൾ. മുന്നണി യോഗം ചേരാനാവാത്ത അവസ്ഥയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരോക്ഷ മറുപടിയുമായി VM സുധീരൻ. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സുധീരൻ നിലപാട് വ്യക്തമാക്കിയത്. പ്രസംഗത്തിനിടെ KSU പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യറെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അഭിനന്ദിച്ച സുധീരൻ, ആരുടെയും മുന്നിലും ആർജവത്തോടെ നിലപാട് പറയുന്നതാണ് KSUവിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ താൽക്കാലികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെങ്കിലും അതിൽ പതറരുതെന്നും KSU ധീരമായി മുന്നോട്ട് പോകണമെന്നും സുധീരൻ പറഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം കേരളത്തിന് ആ തലമുറ നൽകിയ നേട്ടം, അത് പ്രത്യേകിച്ചും അന്നത്തെ പാർലമെൻ്ററി പാർട്ടി ലീഡർ K. കരുണാകരൻ, KPCC പ്രസിഡന്റ് KK വിശ്വനാഥൻ, ആ നിലയിൽപ്പെട്ട പഴയ തലമുറയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ യുവജന രംഗത്ത് ആർജവം നടത്തിയ ആ കാലമാണ്. അതിൻ്റെ തുടർച്ചയാണ് ശ്രീ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നു. ശ്രീ അലൂഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള അലൂഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവുമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവ്വം അത് ഉൾക്കൊള്ളുക, അതിനുവേണ്ടി അതിൻ്റേതായ തലത്തിൽ പ്രവർത്തിക്കുക.